വൃദ്ധനെ പോലും 16കാരനാക്കുന്ന പ്രണയം. പ്രണയമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് റോമിയോ ജൂലിയറ്റ്, ലൈല മജ്നു എന്നിങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങളാണ്. ഇന്ന് ഏതായാലും നമുക്ക് റോമിയോയുടെയും ജൂലിയറ്റിൻ്റെയും കഥ കേൾക്കാം. പണ്ട് ഇറ്റലിയിലെ വെറോന നഗരത്തിൽ മോണ്ടേഗോ എന്നും ക്യാപ്പുലറ്റ് എന്നും പേരുള്ള രണ്ട് കുലീന കുടുംബക്കാരുണ്ടായിരുന്നു. അവർ രണ്ടു കൂട്ടരും ഒത്തിരി സമ്പന്നരായ ആൾക്കാരായിരുന്നു. പക്ഷേ ഈ മോണ്ടേഗോ കുടുംബക്കാരും കാപ്പലറ്റ് കുടുംബക്കാരും ഭയങ്കരമായ ശത്രുക്കളായിരുന്നു. വർഷങ്ങളായി കുടിപ്പക മനസ്സിൽ കൊണ്ടു നടന്നിരിക്കുന്നവരായിരുന്നു. മോണ്ടേഗോ കുടുംബത്തിലെയോ ക്യാപ്പുലറ്റ് കുടുംബത്തിലെയോ രണ്ടാളുകൾ പരസ്പരം നേരിൽ കണ്ടാൽ പോലും അന്നത്തെ ദിവസം ആ ചെറിയ തെരുവിൽ ഭയങ്കര വഴക്ക് നടക്കുമായിരുന്നു. അത്രയ്ക്ക് ബദ്ധ ശത്രുക്കളായിരുന്നു മോണ്ടേഗോ കുടുംബക്കാരും കാപ്പുലറ്റ് കുടുംബക്കാരും. ഈ മോണ്ടേഗോ കുടുംബമാണ് നമ്മുടെ നായകനായ റോമിയോയുടെ കുടുംബം. ക്യാപ്പുലറ്റ് കുടുംബമാണ് നമ്മുടെ നായികയായ ജൂലിയറ്റിൻ്റെ കുടുംബം. അപ്പോൾ നമുക്ക് കഥ അങ്ങ് തുടങ്ങാം. ഒരു ദിവസം ക്യാപ്പുലറ്റ് കുടുംബത്തിൻ്റെ തലവനായ കാപ്പുലറ്റ് പ്രഭു ഒരു വലിയ സൽക്കാരം നടത്താൻ തീരുമാനിച്ചു. നൃത്തവും സംഗീതവും ഭക്ഷണവും എല്ലാം ഉൾപ്പെടുത്തിയ ഒരു വലിയ സൽക്കാരം തന്നെ ഒരുക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. അതിനു വേണ്ടിയിട്ട് ഇറ്റലിയിലെ വെറോണ നഗരത്തിലെ എല്ലാ കുടുംബങ്ങളെയും, സമ്പന്നരെയും ദരിദ്രരെയും എല്ലാ കുടുംബങ്ങളെയും വിളിച്ചു. പക്ഷേ അവരുടെ ബദ്ധ ശത്രുക്കളായ മോണ്ടേഗോ കുടുംബത്തെ ഒഴിവാക്കിയിരുന്നു. ക്യാപ്പുലറ്റ് പ്രഭു ഇങ്ങനൊരു സൽക്കാരം നടത്തുന്ന കാര്യം റോമിയോയുടെ കൂട്ടുകാരൻ ബെൻവോളിയോ അറിയുകയാണ്. എന്നിട്ട് ബെൻവോളിയോ റോമിയോയെ നിർബന്ധിക്കുകയാണ് ഈ സൽക്കാരത്തിന് നമുക്ക് പോകണമെന്ന്. റോമിയോ ചോദിക്കുന്നു, ഒന്നാമത് നമ്മളെ വിളിച്ചിട്ടില്ല, രണ്ടാമത് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ബദ്ധശത്രുക്കളായ ക്യാപ്പുലറ്റുമാർ നടത്തുന്ന ഒരു സൽക്കാരം, അങ്ങനൊരു സൽക്കാരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവനോടെ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ എന്ന്. ബെൻവോളിയോ അതിനുവേണ്ടി ഒരു ഉപായവും റോമിയോയോട് പറയുന്നുണ്ട്. നമുക്ക് മുഖം മൂടി അണിഞ്ഞു പോവാന്ന്. ബെൻവോളിയോയുടെ ഈ നിർബന്ധത്തിന് റോമിയോ വഴങ്ങുന്നുണ്ട്. അതിന് വ്യക്തമായൊരു കാരണമുണ്ട്. അതാണ് റോസ്ലിൻ. റോമിയോ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് റോസ്ലിൻ. പക്ഷേ റോമിയോയെ അവൾ മൈൻഡ് പോലും ചെയ്യാറില്ല. റോസ്ലിൻ ആകട്ടെ ക്യാപ്പുലറ്റ് കുടുംബത്തിലെ ഒരംഗമാണ്. ക്യാപ്പുലറ്റ് പ്രഭു നടത്തുന്ന ഇങ്ങനൊരു സൽക്കാരത്തിൽ റോസ്ലിൻ ഏതായാലും വരും, റോസ്ലിനെ കാണാൻ കഴിയും എന്നോർത്താണ് റോമിയോ ഈ മുഖംമൂടിയൊക്കെ അണിഞ്ഞ് ഇത്ര ശത്രുക്കളായിട്ടുള്ള ഒരു കുടുംബത്തിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് ഒരുങ്ങുന്നത്. പക്ഷേ നമ്മുടെ ബെൻവോളിയുടെ ഉള്ളിലിരിപ്പ് വേറെയാണ് കേട്ടോ. അതെന്താണെന്നോ, റോമിയോ റോസ്ലിനെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നുണ്ട്. പക്ഷേ റോമിയോയെ അവൾക്ക് ഇഷ്ടമല്ല. ബെൻവോളിയോ പല പ്രാവശ്യം ഇക്കാര്യം റോമിയോയോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ റോസ്ലിനോടുള്ള പ്രണയത്തിൽ നിന്ന് പിന്മാറാനായിട്ട് ഒരുക്കമല്ല. ബെൻവോളിയോ ചിന്തിക്കുന്നത്, തൻ്റെ സുഹൃത്ത് ഇങ്ങനൊരു സൽക്കാരത്തിൽ പങ്കെടുക്കുമ്പോൾ റോസ്ലിനെ കാണുകയും അവൾക്ക് തന്നോട് പ്രണയമില്ലെന്ന് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ ആ സൽക്കാരത്തിലെ നല്ലൊരു സുന്ദരിയായ പെൺകുട്ടിയിൽ ആകൃഷ്ടനായി അവളെ പ്രണയിക്കുകയൊക്കെ ചെയ്താൽ റോമിയോയുടെ റോസ്ലിനോടുള്ള പ്രേമരോഗത്തിൽ നിന്ന് കരകയറ്റാമെന്നായിരുന്നു റോമിയോയുടെ നല്ല സുഹൃത്തായ ബെൻവോളിയോയുടെ സതുദ്ദേശം. പക്ഷേ ആ സതുദ്ദേശം അനശ്വരമായ മറ്റൊരു പ്രണയത്തിലേക്കാണ് വഴിതിരിച്ചത്. അങ്ങനെ ചെറുപ്പക്കാരനായ റോമിയോയും ബെൻവോളിയോയും അവരുടെ സുഹൃത്തായ മെർക്കൂഷ്യയും കൂടെ മുഖംമൂടിയൊക്കെ ധരിച്ച് ക്യാപ്പുലറ്റ് പ്രഭു നടത്തുന്ന സൽക്കാരത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ അതാ സ്വീകരിക്കാൻ ക്യാപ്പുലറ്റ് പ്രഭു വാതിക്കൽ തന്നെ നിൽപ്പുണ്ട്. ക്യാപ്പുലറ്റ് പ്രഭു പെട്ടെന്ന് തന്നെ ഈ മുഖംമൂടി വെച്ച 3 ചെറുപ്പക്കാരെ കാണുകയും അവരെ അടുത്തേക്ക് വിളിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് അവരോട് സരസമായി സംസാരിക്കുകയാണ്. ഞാനും ചെറുപ്പത്തിൽ ഇതുപോലെ മുഖംമൂടിയൊക്കെ വെച്ച് പല പാർട്ടികളിലും പങ്കെടുക്കുകയും സുന്ദരിമാരുടെ ചെവിയിൽ പ്രേമം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ സരസനായിട്ടാണ് അദ്ദേഹം അവരോട് സംസാരിക്കുകയും അവരെ പാർട്ടി ഹാളിലേക്ക് കടത്തിവിടുകയും ചെയ്യുകയാണ്. അങ്ങനെ മുഖംമൂടിയൊക്കെ വെച്ച് റോമിയോയും ബെൻവോളിയോയും മെർക്കൂഷ്യയും കൂടെ വലിയ പാർട്ടി ഹാളിലേക്ക് നടന്നു വരികയാണ്. ആ പാർട്ടി ഹാൾ നിറയെ സാറ്റിനും വെൽവെറ്റും പല മനോഹരമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ധാരാളം സുന്ദരികളായ സ്ത്രീകളും സുന്ദരന്മാരായ പുരുഷന്മാരും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങോട്ടേക്കാണ് ഈ മുഖംമൂടി വെച്ച 3 സംഘം കടന്നു വരുന്നത്. അവരും വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. തങ്ങളുടെ കയ്യിലെ അതിമനോഹരമായ വസ്ത്രങ്ങളാണ് അവരും ധരിച്ചിരുന്നത്.
അങ്ങനെ നൃത്തം ആരംഭിക്കുകയാണ്. അപ്പോഴാണ് അതിമനോഹരമായ നൃത്തം ചെയ്യുന്ന സുന്ദരിയായ ഒരു യുവതിയെ റോമിയോ കാണുന്നത്. പെട്ടെന്ന് തന്നെ റോസ്ലിൻ്റെ കാര്യവും ആ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യവും എല്ലാം നിശ്ചലമായതുപോലെയാണ് റോമിയോയ്ക്ക് തോന്നിയത്. അത്ര സുന്ദരിയായ യുവതി അത്ര സുന്ദരമായ നൃത്തം ചെയ്യുന്നു. റോമിയോ വളരെ അന്താളിപ്പോടുകൂടി നോക്കിയാണ്. അതിനുശേഷം അവൻ്റെ ചുടിയിൽ സുന്ദരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എങ്ങനെയെങ്കിലും ആ സുന്ദരിയുടെ അടുത്തെത്തണം, അവളോട് തൻ്റെ പ്രേമം പറയണം. അവൻ്റെ മനസ്സിൽ നിന്ന് റോസ്ലിൻ എന്ന അധ്യായം അപ്പോഴേ തന്നെ അടർന്നു കഴിഞ്ഞിരുന്നു. ആ സുന്ദരി ആരായിരുന്നെന്നോ? ആ സുന്ദരിയാണ് നമ്മുടെ നായികയായ ജൂലിയറ്റ്. ക്യാപ്ലെറ്റ് പ്രഭുവിൻ്റെ പ്രിയ പുത്രിയാണ് അവൾ. അവളും തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആ സുന്ദരനായ യുവാവിനെ ശ്രദ്ധിക്കാതിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വിധത്തിൽ നമ്മുടെ റോമിയോ ജൂലിയറ്റിൻ്റെ അടുത്ത് എത്തുകയാണ്. അവളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ ചുംബിച്ചുകൊണ്ട് അവൻ അവളുടെ നൃത്തത്തെ പ്രശംസിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ രണ്ടുപേരുടെയും ഉള്ളിൽ പ്രണയം വിരിഞ്ഞു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ക്യാപ്ലെറ്റ് പ്രഭുവിൻ്റെ അനന്തരവനായ ടൈബാൾട്ട് നിൽപ്പുണ്ടായിരുന്നു. ടൈബാൾട്ടിന് ഒറ്റ നോട്ടത്തിൽ തന്നെ ജൂലിയറ്റിൻ്റെ അടുത്ത് നിൽക്കുന്നതും അവളുടെ കയ്യിൽ ചുംബിച്ചതും അവളെ പ്രശംസിച്ചതും റോമിയോയാണെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അയാൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. കാരണം ക്യാപ്ലെറ്റ് പ്രഭു നടത്തുന്ന ഒരു വിരുന്നിൽ മൊണ്ടേഗു കുടുംബത്തിലെ ഒരു യുവാവ് വരുന്നു, ക്യാപ്ലെറ്റ് പ്രഭുവിൻ്റെ മകളുടെ കയ്യിൽ ചുംബിക്കുന്നു. ഇതൊന്നും സഹിക്കാൻ പറ്റിയില്ലായിരുന്നു അയാൾക്ക്. അയാൾ വേഗം ദേഷ്യപ്പെട്ടുകൊണ്ട് ക്യാപ്ലെറ്റ് പ്രഭുവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുകയാണ്. എന്നിട്ട് ടൈബാൾട്ട് സ്വന്തം അമ്മാവനായ ക്യാപ്ലെറ്റ് പ്രഭുവിനോട് പറയുകയാണ്, നമ്മൾ നടത്തുന്ന ഈ സൽക്കാരത്തിൽ ഒരു മൊണ്ടേഗു കുടുംബത്തിലെ അംഗം കയറി വന്നിരിക്കുന്നു. എന്നിട്ട് നമ്മളുടെ കുഞ്ഞിനെ കയ്യിൽ ചുംബിക്കുകയും പ്രശംസിക്കുകയൊക്കെ ചെയ്യുന്നു. എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റില്ല അമ്മാവ. പെട്ടെന്ന് ഞാൻ അവനെ കൊന്നുകളയട്ടെ. പക്ഷേ ക്യാപ്ലെറ്റ് പ്രഭു അത് കാര്യമായി എടുത്തില്ല. അദ്ദേഹം ടൈബാൾട്ടിനെ ആശ്വസിപ്പിച്ചു. നീ സമാധാനപ്പെട്, നമ്മളുടെ പാർട്ടി അലമ്പാക്കാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അത് കുട്ടികളല്ലേ, അവരുടെ ചെറിയ ചെറിയ കുസൃതിയായി കണ്ടാൽ മതി എന്നെല്ലാം പറഞ്ഞ് ടൈബാൾട്ടിനെ ക്യാപ്ലെറ്റ് പ്രഭു സമാധാനിപ്പിച്ചു. എങ്കിലും ടൈബാൾട്ടിൻ്റെ ഉള്ളിൽ റോമിയോയോടുള്ള വിരോധം കത്തി ജ്വലിച്ച് നിന്നിരുന്നു. എനിക്കൊരവസരം വരും, അപ്പോൾ ഞാൻ അവനെ ശരിയാക്കിക്കൊള്ളാം എന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. ഇതേ സമയത്ത് തന്നെ ജൂലിയറ്റിൻ്റെ അമ്മ അവളെ ആളയച്ച് വിളിപ്പിച്ചു. തൻ്റെ മനസ്സ് കവർന്ന ആ സുന്ദരി തൻ്റെ കുടുംബത്തിലെ ആജന്മ വൈരിയായ ക്യാപ്ലെറ്റ് പ്രഭുവിൻ്റെ മകളായ ജൂലിയറ്റാണെന്ന് അപ്പോഴാണ് റോമിയോയ്ക്ക് മനസ്സിലായത്. ഇക്കാര്യം അറിഞ്ഞ ഉടനെ ദുഃഖിതനായ റോമിയോ അവിടെ നിന്നും മടങ്ങി. പക്ഷേ അവളോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവും വന്നതുമില്ല. നൃത്തമെല്ലാം കഴിഞ്ഞ് തൻ്റെ മുറിയിലെത്തിയ ജൂലിയറ്റ് അവളുടെ പരിചാരികയോട് ചോദിച്ചു, നൃത്തം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുക്കൽ വന്ന് എന്നെ സ്നേഹത്തോട് പ്രശംസിച്ച ആ ചെറുപ്പക്കാരൻ ആരാണ്? അയാളോ? അയാളുടെ പേര് റോമിയോ. നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളായ മൊണ്ടേഗു കുടുംബാംഗമാണ് അയാൾ. തോഴി വലിയ താല്പര്യമില്ലാതെയാണ് റോമിയോയെക്കുറിച്ച് ജൂലിയറ്റിനോട് പറഞ്ഞത്. എങ്കിലും അതൊന്നും ജൂലിയറ്റിൻ്റെ മനസ്സിലെ റോമിയോയോടുള്ള പ്രണയത്തിന് ഒരു തടസ്സമായിരുന്നില്ല. റോമിയോയും സുഹൃത്തുക്കളും ഏതാണ്ട് പാതിരാത്രിയോട് കൂടിയാണ് അവിടെ നിന്നും തിരിച്ചത്. പക്ഷേ ഏറെ താമസിയാതെ തന്നെ തൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നും റോമിയോ അതിവിദഗ്ധമായി മുങ്ങി. കാരണം തൻ്റെ ഹൃദയം വിട്ടിട്ട് പോകുന്നിടത്തേക്ക് തിരികെ പോകാതിരിക്കാൻ അവൻ എത്ര ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. അവൻ ജൂലിയറ്റിൻ്റെ മാളികയ്ക്ക് പുറകിലുള്ള തോട്ടത്തിൻ്റെ മതിൽ ചാടി അങ്കണത്തിലെത്തി. ജൂലിയറ്റിൻ്റെ മാളികയുടെ നേർ കണ്ണും നട്ട് അങ്ങനെ നിൽക്കാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മുകളിലത്തെ നിലയിലെ ഒരു ജനാലയ്ക്ക് ജൂലിയറ്റ് പ്രത്യക്ഷപ്പെട്ടു. അവളുടെ മുഖം ഉദയസൂര്യന് സമമായിരുന്നു. അത്ര സുന്ദരിയായിരുന്നു. അവൾ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി, ഓ റോമിയോ, റോമിയോ. അവൾ വീണ്ടും പറഞ്ഞു, നീ എവിടെയാണ് പ്രിയ റോമിയോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് യു റോമിയോ. അങ്ങനെ റോമിയോയോടുള്ള അവളുടെ പ്രണയം അവൾ ആ രാത്രിയിൽ പുറത്തോട്ടം നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി. ഇതും കേട്ടോണ്ട് റോമിയോയാകട്ടെ താഴെയുള്ളൊരു മരത്തിൻ്റെ ചുവട്ടിൽ മറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ജൂലിയറ്റിൻ്റെ ഈ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ റോമിയോയ്ക്ക് ഒത്തിരി സന്തോഷമായി. അവൻ പെട്ടെന്ന് മരത്തിൻ്റെ മറയിൽ നിന്നും പുറത്തേക്ക് വന്നു. ജൂലിയറ്റും പെട്ടെന്ന് റോമിയോയെ അവിടെ കണ്ടപ്പോൾ ആകെ അന്താളിച്ചെങ്കിലും തൻ്റെ പ്രേമം പറഞ്ഞത് അവൻ കേട്ടല്ലോ എന്നോർത്ത് അവൾക്കും സന്തോഷമായി. അവൻ പെട്ടെന്ന് തന്നെ ജൂലിയറ്റിനോട് അവന് തോന്നിയ പ്രണയവും തിരികെ പറഞ്ഞു.
അങ്ങനെ ആ രാത്രിയിൽ ജൂലിയറ്റ് ബാൽക്കണിയിലും റോമിയോ താഴെ പൂന്തോട്ടത്തിൽ നിന്നുകൊണ്ടും അവരുടെ പ്രേമസല്ലാപം അങ്ങനെ പുരോഗമിച്ചു. അങ്ങനെ അവരുടെ പ്രണയ നിമിഷങ്ങൾ കടന്നുപോയതേ അറിഞ്ഞില്ല. പ്രഭാതം പൊട്ടിവിരിയാറായപ്പോഴാണ് മനസ്സിലായിരുന്നുവെങ്കിലും രണ്ടുപേരും പിരിഞ്ഞത് തന്നെ. റോമിയോ തിരിച്ച് തൻ്റെ വീട്ടിലേക്കും ജൂലിയറ്റ് തൻ്റെ മുറിയിലേക്കും പോയി. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഒരു പ്രണയം അവിടെ തുടങ്ങുകയാണ്. റോമിയോ നേരെ തൻ്റെ വീട്ടിലേക്കല്ലായിരുന്നു പോയത്. തൻ്റെ ഏത് പ്രശ്നത്തിനും തൻ്റെ കൂടെ കൈത്താങ്ങായി നിന്നിരുന്ന ഫാദർ ലോറൻസിൻ്റെ അടുക്കലേക്കായിരുന്നു. റോമിയോയുടെ പുതിയ തീവ്രാനുരാഗത്തെപ്പറ്റി റോമിയോ തന്നെ ഫാദർ ലോറൻസിനോട് വെളിപ്പെടുത്തുകയാണ്. റോസലിനോടുള്ള പ്രണയം അവസാനിപ്പിച്ച് ജൂലിയറ്റിനോട് പെട്ടെന്നൊരു പ്രണയം തോന്നി എന്ന് കേട്ടപ്പോൾ ഫാദർ ലോറൻസ് ആദ്യം അത്ഭുതപ്പെട്ടുവെങ്കിലും പിന്നീട് അദ്ദേഹം ചിന്തിച്ചപ്പോൾ കിട്ടാത്ത പ്രണയമായ റോസലിനേക്കാളും നല്ലത് പരസ്പരം പ്രണയിക്കുന്ന റോമിയോയും ജൂലിയറ്റും ഒന്നാവുന്നതാണ് നല്ലതെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം റോമിയോയുടെ എന്ത് പ്രശ്നത്തിനും കൂടെ നിൽക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. അങ്ങനെ തന്നെ പിറ്റേ ദിവസം തന്നെ ആരും അറിയാതെ റോമിയോയും ജൂലിയറ്റും ഫാദർ ലോറൻസിൻ്റെ ആശീർവാദത്തിൽ വിവാഹിതരാകുവാനായിട്ട് തീരുമാനിക്കുകയാണ്. വീട്ടുകാരറിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് പിന്നീട് സാവധാനത്തിൽ വീട്ടുകാരെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം എന്ന തീരുമാനത്തിലാണ് ആരും അറിയാതെ ഇങ്ങനൊരു വിവാഹത്തിന് അവർ മുതിർന്നത്. ഈ വിവരം ഒരു തോഴി മുഖേന റോമിയോ ജൂലിയറ്റിനോട് പറയുകയാണ്. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ആരും അറിയാതെ ജൂലിയറ്റ് ഫാദർ ലോറൻസിൻ്റെ ആശ്രമത്തിലെത്തുകയാണ്. അപ്പോൾ അവിടെ റോമിയോയും ഉണ്ട്. ഫാദർ ലോറൻസ് അവരുടെ രണ്ടുപേരുടെയും വിവാഹം ആശീർവദിക്കുകയാണ്. അങ്ങനെ അവരുടെ പ്രണയ സാഫല്യം ഒറ്റ ദിവസത്തിനുള്ളിൽ തന്നെ പ്രണയിക്കുകയും പിറ്റേ ദിവസം അത് വിവാഹത്തിലെത്തുകയും ചെയ്യുകയാണ്. പതിയെ അത് വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന ഫാദർ ലോറൻസ് രണ്ടുപേരെയും ഉപദേശിച്ചുകൊണ്ട് അവരെ തിരിച്ച് വീട്ടിലോട്ട് വിടുകയാണ്. തിരിച്ചു പോകുന്ന വഴി റോമിയോ ജൂലിയറ്റിന് ഉറപ്പ് വരുത്തുകയാണ്, ഇന്ന് രാത്രി ഉറപ്പായും ഞാൻ നിൻ്റെ അടുക്കൽ വരും. നമ്മളുടെ ആദ്യ രാത്രിയാണ്. അങ്ങനെ അവർ പ്രണയപൂർവ്വം പിരിഞ്ഞു. ഒറ്റ രാത്രി കൊണ്ട് റോമിയോയും ജൂലിയറ്റും പരസ്പരം പ്രണയിക്കുകയാണ്. തങ്ങളുടെ കുടുംബങ്ങൾ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞാലുള്ള ഭവിഷ്യത്തൊന്നും അവർ ആലോചിക്കുന്നില്ല. ഇനി എന്തൊക്കെ സംഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ കടന്നു പോകുന്നത്, അവർക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമോ, അവരുടെ ജീവിതത്തിന് എന്ത് സംഭവിച്ചു എന്നൊക്കെ നമുക്ക് അടുത്ത പാർട്ടിലൂടെ മുഴുവനായി കേൾക്കാം. അപ്പോൾ കൂട്ടുകൂടാൻ മറക്കരുത്. അതുവരെ ടാറ്റ ബൈ ബൈ ടീറ്റോ.